യാത്രക്കാർക്ക് ഭീഷണിയായി റോഡിന് കുറുകെ വളർന്നു നിൽക്കുന്ന മരം. മാർത്താണ്ഡപുരം ഇലവൂർക്കാവ് റോഡിലാണ് അപകട ഭീഷണിയായി മരം റോഡിന് കുറുകെ വളർന്നു നിൽക്കുന്നത്. റോഡിന്റെ വശത്തായാണ് മരം നിൽക്കുന്നത്. പക്ഷേ വളർന്നതാകട്ടെ റോഡിന് കുറുകെയും. ഈ മരം ഒരു വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. നിരവധി തവണ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റിയെങ്കിലും മരം വീണ്ടും റോഡിന് കുറുകെ തന്നെ ചരിഞ്ഞു വരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും മരം പിഴുതു വീഴാം എന്ന അവസ്ഥയിലാണ്. മരത്തിന്റെ വേരുകൾ വളർന്ന് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. മാസങ്ങൾക്ക് മുമ്പാണ് ഇലവൂർക്കാവ് പ്രദേശത്ത് മരക്കൊമ്പ് തലയിൽ വീണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി മരണപ്പെട്ടത്. മൂഴി മാർത്താണ്ഡപുരം റോഡിൽ നെടിയാട്ട് ഭാഗത്തായി നിൽക്കുന്ന ഒരു ചാരുമരമാണ്. വലിയ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് മനുഷ്യജീവന് ഭീഷണിയുള്ള രീതിയിലാണ് നിലനിൽക്കുന്നത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന രീതിയിൽ വേരിനെല്ലാം ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. തറയ്ക്ക് എല്ലാം വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും നിലം പതിക്കാം. നേരത്തെ ഇവിടെ ഒരു വലിയ ദുരന്തമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥിനി മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് മരണപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു ദുരന്തം അങ്ങനെ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കൂടുതലും സ്കൂൾ ബസ്സുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതുപോലെ തന്നെ പൊതുഗതാഗതം ഇല്ലാത്ത ഒരു മേഖലയിൽ ടൂ വീലറും ഓട്ടോറിക്ഷയൊക്കെ ആശ്രയിച്ച് സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ദുരന്തം താങ്ങാൻ കഴിയുന്നതിനപ്പുറത്താണ് ഈ മരത്തിൻ്റെ ചില്ലകളല്ല, ഈ മരം മുഴുവനായി മുറിച്ച് നീക്കുന്നതിന് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചായത്ത് അധികാരികൾക്ക് അതിൻ്റെ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 എൻ്റെ മകളുടെ തലയിൽ ആലിൻ്റെ കമ്പ് വീണ് നവംബർ 8 മരണപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് അധികാരികൾ പെട്ടെന്ന് തന്നെ ഇതിനൊരു അടിയന്തര ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നടപടികൾ സ്വീകരിക്കണമെന്ന് എല്ലാ അധികാരികളോടും ഞങ്ങൾ നാട്ടുകാരുടെ എന്തിൽ ആവശ്യപ്പെടുകയാണ്. ഇത് എൻ്റെ മോടെ തന്നെ ഉണ്ട്. എനിക്ക് ഇതിനകത്ത് വലിയ പറയാനൊരു വാക്കുകൾ കിട്ടുന്നില്ല. അത് ഇത്രയും സ്കൂളിൽ പോകാനായിട്ട് രാവിലെ 7:45 കയറുന്ന മോളാണ്. മഴയത്ത് ഇതുപോലെ ഇപ്പോൾ കാലവർഷം വരാൻ പോവുകയാണ്. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ബന്ധപ്പെട്ട അധികാരികൾ ഇത് മുറിച്ച് മാറ്റി തന്ന് സഹായിക്കണമെന്ന് എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. ഇത് നമ്മളെ രാവിലെ ഒരു 7 മണി മുതൽ സ്കൂൾ ബസ് ഏകദേശം 10ഓളം സ്കൂൾ ബസ് വരുന്ന ഒരു വഴിയാണിത്. ഇവിടെ മുകളിൽ ഇത് കൊണ്ടുവരുന്ന ലിറ്റിൽ ഫ്ലവർ വണ്ടി ഇതിലൂടെ വന്ന് ഇതിനകത്ത് തട്ടി ഒരഞ്ഞാണ് പോകുന്നത്. മാത്രമല്ല ഇതിൻ്റെ MGD സ്കൂളിലെ വണ്ടിയുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ താഴെ സൈഡ് വാൾ ഇടിഞ്ഞ്, അതായത് വേര് പുറത്തോട്ട് തള്ളി ഇടിഞ്ഞു പോവുക. കാര്യം ഇത് നമുക്ക് അതിനകത്ത് തന്നെ കാണാം, ചരിഞ്ഞുകൊണ്ട് ഇരിക്കുക. ഒരുപാട് വർഷം ഞാനൊക്കെ ഇരിക്കുന്നതിന് മുമ്പുള്ള മരമാണിത്. അത്രയും ഇതുവഴി കടന്നു പോകുന്ന സ്കൂൾ ബസ്സുകൾ ഈ മരത്തിൽ തട്ടുന്നത് പതിവാണ്. ഇത് മരം ഒടിഞ്ഞു വീഴാൻ കാരണമായേക്കാം. വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം ഒടിഞ്ഞു വീഴാൻ ഇടയായാൽ നിരവധി വൈദ്യുതി തൂണുകൾ തകരുമെന്നുള്ളതിൽ തർക്കമില്ല. മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.